എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ബാക്ക് ടു ഡബ്ലിൻ ഇംഗ്ലീഷ് മെല്ലു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്സുകളും ഒക്കെ അറിയിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് വ്യൂസൊക്കെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് അത് കേൾക്കുമ്പോഴൊക്കെ. അതുപോലെ തന്നെ കുറേ ആൾക്കാർ റിക്വസ്റ്റുകൾ, പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഒക്കെ വിടുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഉടനെ തന്നെ കാര്യങ്ങൾ ഓൺലൈനൊക്കെ ആയിട്ട് വന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഒരു 2-3 പേര് നമ്മൾ എങ്ങനെയാണ് കൊന്ത ചെല്ലുന്നത്. അപ്പം അവർ ഹിന്ദുക്കളായതുകൊണ്ട് കൊന്തേനെക്കുറിച്ച് അറിയത്തില്ല കറക്റ്റായിട്ട്. അപ്പം കൊന്ത എങ്ങനെയാണ് ചെല്ലുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പം കൊന്ത ചെല്ലുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യാനികളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ എങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് കൊന്ത ചെല്ലുന്നത് അല്ലേ. പക്ഷേ ഹിന്ദുക്കളാകുമ്പം അവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, എങ്ങനെയാണ് കൊന്ത ചെല്ലേണ്ടത് എന്നാണ് അവർക്കറിയത്തില്ല. അപ്പം അതിന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല എങ്ങനെയാണ് ചെല്ലണമെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അത് നടക്കുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥനയോട് കൂടിയായിട്ടാണ് ജപമാല നമുക്ക് ചൊല്ലുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ക്രിസ്ത്യൻസിന് എല്ലാവർക്കും അറിയാം. അളവില്ലാത്ത സ്ഥല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നിസ്സാരരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയാണ് ആദ്യമായിട്ട് നമ്മുടെ കൊന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കന്യകാമാതാവിൻ്റെ ജപമാലയിൽ നമ്മൾ ആദ്യമായിട്ട് ചൊല്ലുന്ന ഭാഗം. അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും പവിത്രമായ ഒരു പ്രാർത്ഥന, സർവശക്തനായ പിതാവ് എന്നുള്ള ആ വലിയ പ്രാർത്ഥനയാണ് നമ്മൾ അതിനുശേഷം ഈ ഒരു പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ചൊല്ലുന്നത്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്ന പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന പ്രാർത്ഥന അല്ലേ. അപ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മൾ രണ്ടാമതായിട്ട് ചൊല്ലുന്നത്. അപ്പം ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവെ നമ്മൾ ചൊല്ലും. അതിനുശേഷം പിതാവായ ദൈവത്തിൻ്റെ മകളാകുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രാർത്ഥന അത് കഴിയുമ്പോൾ ചൊല്ലും. അതിനുശേഷം ഒരു നന്മ നിറഞ്ഞ മറിയമാണ് നമ്മൾ ചൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരുന്ന പരിശുദ്ധ മറിയമ്മേ, പരിശുദ്ധ കന്യകാമറിയമ്മേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനിയൊരു പ്രാർത്ഥനയുള്ളത് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഇങ്ങനെ ഈ 3 പ്രാർത്ഥനകളാണ് സർവശക്തനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ചെല്ലുക. ഇത് 3ഉം കഴിഞ്ഞതിന് ശേഷം ഓരോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാവുന്നു, അമ്മയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം ഒരു ത്രിത്വ സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ള ആ ഒരു ത്രിത്വ സ്തുതിയും കൂടെ നമ്മൾ ചൊല്ലിയിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൊന്തയുടെ ഓരോ ദശകവും കഴിഞ്ഞ് ചൊല്ലുന്ന ഫാത്തിമ ഒരു സുഹൃത്ത് ജപമുണ്ട്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് അനയിക്കണമേ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ ഇത്രയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഓരോ പ്രാവശ്യം നമ്മൾ 10 നന്മ നിറഞ്ഞു പറയും ഒരു സ്വർഗസ്ഥ പിതാവിൻ ചൊല്ലിക്കഴിയുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് പല ഓരോ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളുണ്ട്. തിങ്കളും ശനി ദിവസങ്ങളിൽ ചൊല്ലുന്നതാണ് സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. അത് പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനകൾ അറിയിച്ചെന്ന് ധ്യാനിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവയും 10 നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വ സ്തുതിയുമാണ് ചൊല്ലുന്നത്. അതിനുശേഷം വരുന്നത് പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയെ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ധ്യാനിക്കുക എന്ന് പറഞ്ഞ ആ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷം വീണ്ടും സ്വർഗസ്ഥനായ പിതാവെ ഒരു പ്രാവശ്യം ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന 10 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ത്രിത്വ സ്തുതി, ദാറ്റ് മീൻസ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഫാത്തിമ സുഹൃത്ത് ജപം. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് അനയിക്കണമേ, പരിശുദ്ധമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേറെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ
ചൊല്ലുന്ന ദിവസങ്ങൾ, തിങ്കളും ശനി ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയാണ് നമ്മൾ ഓരോ നമ്മൾ നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം നന്മ അറിഞ്ഞവനും ചെല്ലുമ്പോഴും അങ്ങനെ കൊന്ത ഫുള്ള് 5 പ്രാവശ്യം നമ്മൾ ചൊല്ലി കൊന്ത തീർക്കുന്നത് ഈ ഫുൾ രഹസ്യങ്ങൾ ചൊല്ലിക്കൊണ്ടാണ്. ദിവ്യരഹസ്യങ്ങൾ, സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ചൊല്ലുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങളുണ്ട്. പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യാഴാഴ്ചകളിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. ഓക്കെ, വ്യാഴാഴ്ചകളിൽ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ചൊല്ലിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു സ്വർഗസ്ഥനായ പിതാവേ, 10 നന്മ അറിഞ്ഞവരെയും ത്രിത്വസ്തുതിയും ഓരോ പ്രാവശ്യം നമ്മൾ ചൊല്ലി 5 പ്രാവശ്യം ചൊല്ലിയാണ് നമ്മളത് ഫിനിഷ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം വ്യാഴാഴ്ചകൾ നമ്മൾ പ്രകാശത്തിന്റെ രഹസ്യങ്ങളാണ് ചൊല്ലുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. അപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ കൊന്ത ചൊല്ലുന്ന സമയത്ത് ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളാണ് ചൊല്ലേണ്ടത്. അത് നമ്മുടെ കർത്താവായ ഈശോ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോര വീർത്തുനിന്ന് ധ്യാനിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേയും 10 നന്മ അറിഞ്ഞ് പറയും, ഒരു ത്രിത്വസ്തുതിയും ചൊല്ലിയിട്ട് നമ്മൾ അവൻ്റെ അച്ഛൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്നുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ അടുത്ത രഹസ്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ 5 രഹസ്യങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ കൊന്ത ചൊല്ലുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ചെല്ലുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളുണ്ട്. ഈ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ബുധൻ ഞായർ ദിവസങ്ങളിലാണ് നമ്മൾ ചെല്ലുന്നത്. ഈ ചൊല്ലുന്ന പ്രാർത്ഥന നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പീഡ സഹിച്ചു മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷത്തോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങുവാണ്. അപ്പം ഓരോ രഹസ്യം ചൊല്ലുന്നതിന് മുന്നേ ആയിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ, 10 നന്മ അറിഞ്ഞ മറിയവും ഒരു ത്രിത്വസ്തുതിയാണ് ചെല്ലുന്നത്. അപ്പം മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ബുധനാഴ്ചയും ഞായറാഴ്ചയാണ് നമ്മൾ ചെല്ലുന്നത്. മനസ്സിലായില്ലേ? അപ്പം മൂന്ന് രീതിയിലാണ് നമ്മൾ, ഒന്ന് പ്രകാശത്തിന്റെ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ, രണ്ടാമത്തെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ, മൂന്നാമത്തെ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ, അതുപോലെ തന്നെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഇങ്ങനെ 4 രീതിയിലുള്ള പ്രാർത്ഥനയാണ് പല ദിവസങ്ങളും നമ്മൾ ചെല്ലുന്നത്. അപ്പം മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ബുധനും ഞായറും, അതുപോലെ തന്നെ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും, അതുപോലെ തന്നെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ വ്യാഴാഴ്ചകളിൽ നമ്മൾ ചൊല്ലുന്നു. അതുപോലെ തന്നെ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ തിങ്കൾ ശനി ദിവസങ്ങളിൽ ചൊല്ലുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൊന്ത ചൊല്ലി പോകേണ്ടത്. അപ്പം ഇത്രയും കൊന്ത ചൊല്ലി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ 5 ഇതും നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പം ജപമാല സമർപ്പണമുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജപമാല സമർപ്പണത്തിലേക്ക് പോകുന്നു. അത് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ, ദൈവദൂതന്മാർ വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പ്, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥന ലുത്തിനിയ പ്രാർത്ഥനയാണ് ജപമാല സമർപ്പണത്തിന് നമ്മൾ ചൊല്ലുന്നത്. നമ്മൾ ഒരു പക്ഷേ ഹിന്ദുക്കളൊക്കെ കേട്ടിട്ടുണ്ടാവും, കർത്താവേ കനിയണമേ മിശിഹായേ കനിയണമേ. ആ പാട്ട് പ്രാർത്ഥനാ രൂപത്തിലുള്ളതാണ് നമുക്കിവിടെ ചൊല്ലേണ്ടത്. ആക്ച്വലി ദേവമാതാവിൻ്റെ ലുത്തിനിയ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ലുത്തിനിയ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ നമ്മൾ കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകൊടുന്ന കുടുംബത്തെ ധരിച്ച് തെക്കൻ പാർക്കണമേ, നിത്യകന്യ പരിശുദ്ധാത്മാവിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥന ചൊല്ലും. പിന്നെ നമ്മൾ പരിശുദ്ധരാജ്ഞി, കരുണയുള്ള മാതാവ് സ്വസ്തി, ജീവിതവും മാധുര്യവും ശരണമായ സ്വസ്തി, അങ്ങനെ നമ്മൾ ചൊല്ലുന്ന പരിശുദ്ധരാജ്ഞി എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാവുന്നതുകൊണ്ട് സർവശക്തനായ പിതാവും സർവശക്തനും നിത്യനുമായ ദൈവ സർവേശ്വര, ഭഗവതിയായ മരത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മരം ഗ്രഹത്താൽ ദൈവത്തിന് യോഗ്യമായ പീഡനിരിക്കുക എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ അത് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ കൊന്ത വിശുദ്ധ മാതാവിൻ്റെ കൊന്ത ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് എല്ലാ നെറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ പ്രാർത്ഥന. അപ്പം നിങ്ങൾക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇച്ചിരിയും കൂടെ നന്നായിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഈ പേജിൽ ലിങ്ക് ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരാം. അപ്പം നമുക്ക് നെറ്റിൽ കയറിയിട്ട് അങ്ങനെ എടുക്കാം. ഇനി അതല്ല, ബുക്കുകൾ മേടിക്കാൻ കിട്ടും. സാധാരണ നമ്മൾ പള്ളികളിൽ പോകുന്ന സമയത്ത് ജപമാല സമർപ്പണത്തിൻ്റെ ബുക്കുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഒരു ബുക്ക് മേടിച്ചാലും മതി. ബുക്ക് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൽ നോക്കി നമുക്ക് ചെല്ലാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പരിശുദ്ധ മാതാവിൻ്റെ ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പം വളരെ ഒത്തിരി ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥന ഒത്തിരി ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഒത്തിരി പേര് ജപമാല ചൊല്ലി ഒത്തിരി ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി അത്ഭുതങ്ങളും രോഗശാന്തിയും രോഗസൗഖ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറഞ്ഞ പ്രാർത്ഥന. അപ്പം നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം.
ഇനിയും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ മെസ്സേജ് അയക്കാം. അവിടെ വന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ ഈ ലിങ്ക് ഇട്ട് തരാം. എല്ലാ പ്രാർത്ഥന അതിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് നോക്കിയിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് ഇതുപോലെ മൊബൈലിൽ നോക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട് ഇത്. പക്ഷേ ഈ ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. അപ്പം സംശയങ്ങളുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക് നമുക്ക് ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.